വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ബേബി കെയർ കിറ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ന്യൂ ബോൺസ് തൊട്ട് മേലോട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി കെയർ കിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് 10 ഐറ്റംസാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് എന്താണെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേരും യൂസേജും കൊടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് ഈ ഒരു ബോക്സിനുള്ളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് ഓരോന്നിൻ്റെയും പേര് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഐറ്റംസ് അവർ അതിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു യൂസേജ് ഡീറ്റെയിൽസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഓരോന്നോരോന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്രഷാണ്. ഇത് കാണുന്ന പോലെയല്ല, ഭയങ്കര സോഫ്റ്റാണ്. കുഞ്ഞു വാവകൾക്കൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് ചീവിയൊക്കെ മുടി വെക്കാൻ. പിന്നെ ഇച്ചിരി കൂടി കുഞ്ഞുങ്ങൾക്ക് മുടിയൊക്കെ ആയി, കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കൂടി ഒരു 4-5 months ഒക്കെ ആയി കഴിയുമ്പോൾ ഈ ഒരു കോംബോ വെച്ചിട്ട് നമുക്ക് മുടി. പിന്നെ വരുന്നത് കുഞ്ഞുങ്ങളുടെ ഈ ഒരു സിലിക്കോൺ ഫിംഗർ ടൂത്ത് ബ്രഷാണ്. ഇത് കുഞ്ഞുങ്ങളുടെ ഒരു ബ്രഷാണ്. അപ്പോൾ ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫിംഗറിലിട്ടിട്ട് വേണം കുഞ്ഞുങ്ങളുടെ വായിൽ ആ മോണയും നാക്കുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി. കുഞ്ഞുങ്ങൾ പാലൊക്കെ കുടിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പം മോണയും നാക്കുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്ന സമയത്ത് പല്ലൊക്കെ ഇങ്ങനെ കറുത്ത് പുഴുപ്പല്ലെന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലത്തെ പല്ല് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ചെറിയ നെയിൽ കട്ടറാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഞാൻ ഇത് വെച്ചിട്ടാണ് എൻ്റെ കുഞ്ഞിന് നെയിൽസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണേ. ഇത് ഒത്തിരി അങ്ങ് ഷാർപ്പായിട്ടുള്ളതല്ല. പിന്നെ വരുന്നത് ഈ ഒരു ആസ്പിറേറ്ററാണ്. ഇത് നമുക്ക് കുഞ്ഞുങ്ങളുടെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ, മൂക്കിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് റിലീസ് ചെയ്താൽ മതി. മൂക്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ അഴുക്കൊക്കെ ഇനി പോരും. അവർക്ക് നോസൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാനൊക്കെ ഇത് നല്ലതായിരിക്കും കേട്ടോ. അടുത്ത വരുന്നത് ഈ ഒരു ഇയർ പിക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെയൊക്കെ സമയത്ത് കുഞ്ഞുങ്ങളുടെ ചെവിയിലൊക്കെ നല്ല രീതിക്ക് അഴുക്കുണ്ടാവും. ഹോസ്പിറ്റലിൽ നിന്ന് ക്ലീൻ ചെയ്ത് തന്നു കഴിഞ്ഞാലും കുഞ്ഞുങ്ങളുടെ ചെവിക്കകത്തൊക്കെ കറുത്ത അഴുക്കുകളൊക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അവർ ഇടയ്ക്ക് അതൊക്കെ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് തോണ്ടി എടുത്താൽ മതി. ഇതിനകത്തും അവർ എക്സ്ട്രാ 2 ബ്രഷും കൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം എടുത്തിടാം. പിന്നെ ഇതിനകത്ത് ലൈറ്റ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇതിനകത്ത് ലൈറ്റ് വരും. അപ്പോൾ നമുക്ക് ആ ഒരു വെളിച്ചത്തിൽ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ നിന്ന് അഴുക്കൊക്കെ എത്ര ഉണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. എപ്പോഴും ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് കുളിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇങ്ങനെ ബാക്ക് വശത്തുനിന്ന് ഇതിങ്ങനെ ഒരു ഓപ്പൺ ഇങ്ങനെ ബാക്കിൽ നിന്ന് പ്രസ് ചെയ്താൽ ഇത് തുറന്നു വരും. ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് അതിൽ തന്നെ ഇട്ട് തിരിച്ച് വെച്ചാൽ മതി. പിന്നെ ഈ ഒരു സാധനമാണ് വരുന്നത്. ഇതിൻ്റെ പേര് സേഫ് ക്ലീനിങ് ട്വീസർ എന്നാണ്. ഇതിൽ നമ്മൾ ഈ ഇയർ പിക്ക് വെച്ചിട്ടും വരാത്ത ചെറുത് തോണ്ടി എടുത്തിട്ടും വരാത്ത അഴുക്കുകളൊക്കെ ജസ്റ്റ് നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ പിടിച്ച് വലിച്ചെടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഒരു സിലിക്കോൺ മെഡിസിൻ ഡിസ്പെൻസറാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മരുന്ന് ടോണിക്ക് അങ്ങനെയൊക്കെ കൊടുക്കത്തില്ലേ, അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ട് 2 ml 3 ml അങ്ങനെ ഓരോ ml കണക്കാക്കി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെ മെഷർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലതിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനത്തെ ഡിസ്പെൻസർ കാണും, ചിലതിനകത്ത് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനകത്ത് ഇതെടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ വരുന്ന ഈ ഒരു നെയിൽ ഫയലാണ്. ഇത് നമുക്ക് നെയിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാതെയാണ് കുഞ്ഞുങ്ങളുടെ കൈ മുറിയെന്നൊക്കെ പേടിയാണെങ്കിൽ ഇതായിട്ടൊന്ന് ഇങ്ങനെ ഉരച്ചൊരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുഞ്ഞിനാകമല്ല പെട്ടെന്ന് തന്നെ പോയിക്കോളും. പിന്നെ ഇതിനകത്തൊരു സിസേഴ്സും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബേബി കെയർ കിറ്റിൽ വരുന്നത്.